ഹലോ, ഹോട്ട് സ്റ്റൈലിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ചോക്ലേറ്റ് വെച്ച് ചെയ്യാൻ പറ്റിയൊരു അടിപൊളി റെസിപ്പിയാണ് പറയാൻ പോകുന്നത്. അതിനുവേണ്ടി ഇതുപോലുള്ളൊരു പാത്രം എടുത്തിട്ടുണ്ട്. നമ്മുടെ ബ്രെഡ് സ്ലൈസ് റൗണ്ട് ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ബാക്കി വരുന്ന ബ്രെഡിൻ്റെ സൈഡെല്ലാം നമുക്ക് ബ്രെഡ് ക്രംസിന് വേണ്ടിയിട്ട് എടുക്കാം. അത് നന്നായിട്ട് പൊടിച്ചെടുത്തതാണിത്. ഇനി നമ്മൾ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് വെച്ച ബ്രെഡ് എഗ്ഗിലൊന്ന് ഡിപ്പ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ ചോക്ലേറ്റ് ഇതുപോലെ വെച്ചെടുക്കുക. ഇതുപോലെ തന്നെ അടുത്ത ബ്രെഡും എഗ്ഗിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിൽ വെച്ചെടുക്കുക. എന്നിട്ട് കൈകൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. ശേഷം ബ്രെഡ് ക്രംസിൽ നന്നായിട്ട് ഡിപ്പ് ചെയ്യുക. ഇതുപോലെ എന്നിട്ട് കൈകൊണ്ട് ഒന്നും കൂടി പ്രസ് ചെയ്തിട്ട് ഇത് റൗണ്ട് ഷേപ്പിലാക്കി എടുക്കാൻ പറ്റും. കണ്ടോ, ഇതുപോലെ. ഈ സെയിം പ്രോസസ്സിനെ റിപ്പീറ്റ് ചെയ്യുക. എഗ്ഗിൽ ബ്രെഡ് ഒന്ന് ഡിപ്പ് ചെയ്യുക. എന്നിട്ട് ഇതുപോലെ കൈകൊണ്ട് പ്രസ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്യുക. എന്നിട്ട് കൈകൊണ്ട് ഒന്നും കൂടി പ്രസ് ചെയ്തിട്ട് റൗണ്ട് ഷേപ്പിൽ നമുക്ക് ആക്കിയെടുക്കാൻ പറ്റും. ഇത് വേറെ ടൈപ്പിലും ചെയ്യുക. എഗ്ഗിൽ ഡിപ്പ് ചെയ്യാതെ രണ്ട് ബ്രെഡിൻ്റെ ഉള്ളിൽ ചോക്ലേറ്റ് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക. കുറച്ചുകൂടി എളുപ്പമായിട്ട് തോന്നിയത് എനിക്ക് ഈ ടൈപ്പിൽ ചെയ്യുമ്പോഴാണ്. മാത്രമല്ല നല്ല റൗണ്ട് ഷേപ്പിൽ നല്ല പെർഫെക്റ്റായിട്ട് ചോക്ലേറ്റ് ബ്രെഡ് പോക്കറ്റ് കിട്ടും. ബാക്കിയുള്ളതെല്ലാം ഞാൻ ഇതുപോലെ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഒരു ഫ്രൈ പാൻ എടുത്തിട്ട് അതിലേക്ക് ഇത് ഫ്രൈ ചെയ്യാൻ ആവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായി വരുമ്പോൾ നമ്മുടെ ചോക്ലേറ്റ് ബ്രെഡ് പോക്കറ്റ് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ ലോ ഫ്ലെയിമിലാണ് ഫ്രൈ ചെയ്യേണ്ടത്. ഒരുപാട് നേരം ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു ഗോൾഡൻ കളർ ആകുമ്പോൾ ഇത് കോരിയെടുക്കാം. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് ബ്രെഡ് പോക്കറ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് എനിക്ക് കമൻറ്റ് ചെയ്യണം. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വെറൈറ്റി വീഡിയോകൾക്ക് വേണ്ടിയിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും കാണുന്നത് വരെ ടേക്ക് കെയർ, ബൈ.